കട്ടൻ ചായ 128, ബ്ലാക്ക് ടീ 128. കട്ടൻ ചായ 128 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. സബ്സ്ക്രിപ്ഷൻ 2901 തന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. 2901 2901 പേര് തന്നതിന് നന്ദി പറയുന്നു. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആർ വെൽക്കം ടു ദിസ് പ്രോഗ്രാം. ലെറ്റ് us സ്റ്റാർട്ട് ദ വർക്ക്. ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, തേയില, വെള്ളം. ഇതെല്ലാ സാധനങ്ങളും ഞാൻ മുൻകൂട്ടി തയ്യാർ ചെയ്ത് ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നു. അടുത്ത ഐറ്റം നമ്മുടെ ഹീറ്റർ, അതുപോലെ അനുചാരികളാണ് കാണിക്കുന്നത്. ഈ ടീക്ക് വുഡ് പെക്കർ ടീക്ക് വുഡ് പെക്കർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ആ കമ്പനി തന്നതാണ് എനിക്ക് കട്ടിംഗ് ബോർഡ്. ഞാനത് അവരോടുള്ള സ്നേഹത്തിലാണ് ഇതിനടുത്ത് കാണിക്കുന്നത്. ആദ്യം നമ്മൾ ഇഞ്ചി കാണിച്ചതിന് ശേഷം കറുവാപ്പട്ട, ഏലക്ക, പിന്നെ സ്വീറ്റ്നർ 3 പെല്ലറ്റ് എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് വെള്ളമുണ്ട്. ചായ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനായിട്ടാണ്. ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് ലോങ് ലീഫ് ടീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു നല്ല ഐറ്റമാണ്. ഇത് നമ്മുടെ കപ്പാണ്. ചായ എടുക്കുന്നതിന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു കപ്പ് വാങ്ങിയതാണ്. ഇത് ചായ അനത്താനുള്ള പാത്രം, ചെരുവൻ. 2 ഗ്ലാസ് 3 ഗ്ലാസ് വെള്ളം ഞാൻ അതിനകത്ത് ഒഴിക്കുകയാണ്. ശേഷം 3 ഗ്ലാസ് കപ്പ് ഒഴിച്ചതിന് ശേഷം ഹീറ്റർ ഓൺ ചെയ്തു. 60 മിനിറ്റ് നേരത്തേക്ക്, 2 മിനിറ്റ് നേരത്തേക്ക് സെറ്റിംഗ്, 2 മണിക്കൂർ നേരത്തേക്ക് അത് വർക്ക് ചെയ്യും. പക്ഷേ നമുക്ക് 2 മിനിറ്റ് മതി. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചി ഇട്ടു. അതിൻ്റെ പുറകെ കറുവാപ്പട്ട, ഏലക്കായുടെ മിശ്രിതം ഇതാ വരുന്നു. കറുവാപ്പട്ടയും ഏലക്കായും അരിഞ്ഞു വെച്ചതാണ്. അതൊക്കെ ഇടിച്ച് പൊടിക്കാനൊരു യന്ത്രം മേടിക്കണം. ഇനി മിക്സിക്കകത്തിട്ട് അടിക്കാനും മാത്രം ഇല്ലതാനും അത്. അടുത്ത ഐറ്റം നമുക്ക് ഇനിയിപ്പം ഒന്നും ഇടാനായിട്ടൊന്നുമില്ല. വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ്. 2 മിനിറ്റ് നേരം വെള്ളം തിളപ്പിക്കണം. 2 മിനിറ്റ് നേരം ഞാൻ നിങ്ങളോട് സംസാരിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ 128 അധ്യായത്തിൽ കിടന്ന് നിങ്ങളോട് മല്ലടിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു പാഷനാണ്. അതായത് നമ്മളിത് ഇങ്ങനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എഡിറ്റിങ്, വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, അതുപോലെ പല കാര്യങ്ങളും പഠിച്ച് വരുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടപ്പാടുള്ള പണി. ഫോട്ടോ ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് എഴുതി ചേർക്കാനും ഇതൊക്കെ ചെയ്യാനായിട്ടൊരു നല്ലൊരു ടാലൻറ്റ് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ പ്രാക്ടീസാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. പിന്നെ ഈ കണ്ട ആളുകൾ തന്നെ അല്ലല്ലോ വീണ്ടും കാണുന്നത്. പുതിയ ആൾക്കാരെ കാണും. പിന്നെ എത്ര മാസം കഴിഞ്ഞാലും ഇത് എവർഗ്രീൻ പ്രോഗ്രാംസാണ്. എവർഗ്രീൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും ഇത് ഉപയോഗപ്പെടുത്താവുന്നത്. അപ്പോൾ ഇനിയിപ്പം ഞാൻ പറയുന്നത് ഈ സബ്സ്ക്രിപ്ഷനെ കുറിച്ചാണ്. എനിക്ക് നിങ്ങൾ ഇത്രയും സബ്സ്ക്രിപ്ഷൻ തന്ന്, അപ്പോൾ ഞാനൊരു 2900 എന്ന് പറയുമ്പോൾ 3000 അടുത്ത് തന്നു. അപ്പോൾ ഞാനൊരു 10,000 പേരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. അപ്പോൾ അത് ഞാനിത് ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് പോലും സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ഓരോരുത്തർ കാണുമ്പോൾ ചുമ്മാ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നു. പിന്നെ യൂട്യൂബ് തുടങ്ങിയ പിന്നെയാണ് സബ്സ്ക്രിപ്ഷനൊക്കെ വിലയുണ്ടെന്ന് മനസ്സിലായത്. അപ്പം ഇപ്പം നമുക്ക് ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പം ഞാൻ സബ്സ്ക്രൈബിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സബ്സ്ക്രിപ്ഷന് ആവശ്യമുള്ളവർ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമൻറ്റിൻ്റെ ഒരു കുഞ്ഞ് കമൻറ്റ്, ഒരു ഇമോജി, ഒരു ഹാർട്ട്, അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു കോഡാണ് എൻ്റെ. ഞാൻ മനസ്സിലാക്കും നിങ്ങൾ എൻ്റെ ഒരു സുഹൃത്താകാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ നിങ്ങളുടെ ബയോഡേറ്റ തപ്പിപ്പോയിട്ട് നിങ്ങളുടെ ഐഡിയയിൽ എടുത്തിട്ട്, അതായത് നിങ്ങളുടെ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ വീഡിയോ കണ്ട് അതിനെ 2 കമൻറ്റുമൊക്കെ എഴുതി അപ്രീഷിയേറ്റ് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് സന്തോഷിപ്പിക്കും. അങ്ങനെ കുറേ പേര് ഇപ്പം ചെയ്തിട്ടുണ്ട്. അവരൊക്കെ തിരിച്ച് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു പ്രവണതയാണ്. നമ്മുടെ വെള്ളം തിളയ്ക്കാനുള്ള സിമ്പിൾ കാണിക്കുന്നുണ്ട്, 58 കാണിക്കുന്നു. 2 മിനിറ്റ് വെള്ളം ഇപ്പോൾ തിളച്ച് കഴിഞ്ഞു. ഇന്നലെ ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടായിരുന്നു. ഇന്നലെ നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഇന്ന് പക്ഷേ നല്ല ഉഷാറിലാണ്, സ്കിപ്പ് ചെയ്യുന്നില്ല. 57 ആകുമ്പോൾ നിർത്തും. അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുവാപ്പട്ട, ഏലക്ക, ഇഞ്ചിയുടെയൊക്കെ മണം, ഗുണം, സുഗന്ധം ഒക്കെ ആ വെള്ളത്തിലേക്ക് വരികയാണ്. ഇനി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവുകയാണ്. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്, എൻ്റെ വിരലവിടെ എത്തിക്കഴിഞ്ഞു. 57 ആയി. 3 മിനിറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിന് 1 മിനിറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് കണക്ക്. വെള്ളം തിളച്ചതിൻ്റെ ആ തിള നിന്നു അതിലേക്ക് നമ്മളിപ്പോൾ ചായ ഇട്ടു. 3 ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ചായയാണത്. ചായയുടെ തേയില അത് അതിനകത്ത് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഇനി തന്നെ തിളപ്പിക്കുന്നില്ല, ചൂടാക്കുന്നില്ല ഒന്നുമില്ല. അത് ഇനി 5 മിനിറ്റ് ഞാൻ വെച്ചുകൊണ്ടിരിക്കും. അതിന് കണക്കുണ്ട്. അതായത് 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്.
ലോ, മീഡിയം ആൻഡ് ഹൈ എന്ന് പറയുന്ന കളറിംഗ് ആണ് അതിൻ്റെ. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് ഇപ്പോൾ എടുക്കുന്നത്. നല്ല കളറാണ് കാണിക്കുന്നത്. അതാണ് അതിൻ്റെ മാക്സിമം കളർ വരാവുന്ന മാക്സിമം കളർ ഇതാണ്. അതിന് നമ്മൾ ഫിൽറ്ററിങ് യൂണിറ്റിലൂടെ ഫിൽറ്റർ ചെയ്യണം. ഫിൽറ്ററിങ് യൂണിറ്റ് എന്ന് പറയുന്ന സാധനം 3 കൈ കൊണ്ട് ചെയ്യേണ്ട വർക്ക് 2 കൈ കൊണ്ട് ചെയ്യുന്നതാണ് ഈ യൂണിറ്റ്. അതായത് ഒരു യന്ത്രമാക്കി മാറ്റിയിരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ 3 പെല്ലറ്റ് മധുരം ഇട്ട് 3 സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമാണത്. 3 സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമായിട്ടുള്ള ഷുഗർ ഫ്രീ ഇതിട്ടു, മധുരമിട്ടു, അതിനെ അരിച്ചു ഒഴിക്കുന്നു. അരിക്കുക എന്ന് പറയുമ്പോൾ ആ തേയിലയും കറുവാപ്പട്ടയും ഏലക്കായും ഇഞ്ചിയും ഒന്നും പിഴിഞ്ഞ് നമുക്ക് ആവശ്യമില്ല. അതിനത് അരിച്ചു മാറ്റി. അപ്പോൾ അത് ഇനി അതിനെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ കടുപ്പം നല്ല ഭംഗിയല്ലേ. സ്പൂൺ കൊണ്ട് അതിനെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചു. എന്തിനു യോജിപ്പിച്ചു? ഈ പെല്ലറ്റൊക്കെ വെള്ളത്തിലോട്ട് വീണാൽ ഉടനെ അരിഞ്ഞു വരുവേ. ഈ കപ്പിലേക്ക് നമുക്കിത് ഒഴിക്കണം. അപ്പോൾ അതൊക്കെ മാറ്റി വയ്ക്കുക. ഈ കപ്പിൻ്റെ പുറകിൽ വലിയ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഗ്ലാസ്സിനകത്താണ് ഇതിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗ്ലാസ്സിനകത്ത് ഞാൻ മറ്റുള്ളവരുടെ വീഡിയോ കാണുമ്പോൾ അവരൊക്കെ വലിയ ഫോമിൽ ഇങ്ങനെ കപ്പൊക്കെ കാണിക്കുന്നത്. അപ്പം ഞാനും വിചാരിച്ചു, ദൈവം എനിക്കൊരു കപ്പ് തരണേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അത് കിട്ടി എനിക്ക്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ബൈബിൾ ആദരവോടുകൂടി തന്നെ ടേബിളിൽ കൊണ്ടുവച്ചു. പ്രാർത്ഥനാ ടേബിളാണത്. അപ്പോൾ നമുക്ക് ബൈബിൾ തുറന്ന് വായിക്കാനുള്ള വചനം തരുന്നത് ഡെയിലി ബ്ലെസ്സിങ് നടത്തുന്നത് ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ. അത് എല്ലാ ദിവസവും പ്രത്യേകമാണ്. രാവിലെ 5:30 മണിക്കാണ്. ഇന്നത്തെ വചനം നിയമാവർത്തനം 20:1. ഞാനത് ബൈബിളിനകത്ത് തപ്പിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. നിയമാവർത്തനം അധ്യായം 20. ധീരമായി യുദ്ധം ചെയ്യുക. 1. നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത്. എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം.